ആരാ ഇവിടെ നിന്റെ ഭാര്യക്ക് ഫോൺ ചെയ്തത്? പറയടോ, താനാണോ? ആണെങ്കിൽ നീ അത്രക്ക് വലിയ ആളെന്നാവണ്ടടാ. പെണ്ണുങ്ങളെ ഫോണിൽ വിളിച്ച് തോന്നിയാസം പറയുന്നോടാ തെണ്ടി. കാശ് എന്നിട്ട് സംസാരിക്കടാ. തരൂടാ, ജീവനുണ്ടെ തരും. സുഖേട്ടനല്ലെങ്കിലും ക്ഷമ വളരെ കുറവാ. എന്റെ മോളെ ഓർമ്മിച്ചതുകൊണ്ടാ ഞാൻ അവനെ കൊല്ലാതെ വിട്ടത്. എന്നാലും അടിപിടി ഉണ്ടാക്കുന്നൊക്കെ മോശല്ലേ? മോശം? എന്താ അവന്റെ വിചാരം? ആലോചിക്കും ഇപ്പോഴും എന്റെ ചോര തിളക്കുക. കടം വാങ്ങുന്നത് വലിയ കുറ്റമൊന്നുമല്ല. ഇന്ത്യ അമേരിക്കന്ന് കടം വാങ്ങാറില്ലേ? അതിന് അമേരിക്ക ഇന്ത്യ ഫോണിൽ വിളിച്ച് തെറി പറയാറുണ്ടോ? എങ്ങനെയാ കടം വീട്ടിയേ പറ്റും? പണമില്ലാത്തവൻ പിണാന്ന് ഇപ്പൊ സാറിന് മനസ്സിലായോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ രക്തം തിളക്കണ്. അവന് കാശ് കൊടുത്തില്ല ഇനിയും നാറും. സാറേ, 1000 കുടം പാലൊഴിക്കുമ്പോ ആ കൂട്ടത്തിൽ 1 കുടം വെള്ളേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അതൊരു തെറ്റേ അല്ല. നമുക്ക് പോയിട്ട് ആ ദാമോദരം വെള്ളം ഒന്ന് കാണാം. സംഗതി ഞാൻ ശരിയായിക്കൊള്ളാം. ഇന്ന് വരെ സത്യസന്ധമായി. എന്തിന്? ആർക്ക് വേണ്ടി? ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് ബൂർഷകളാണെന്ന്. അയാൾ കാറിന്റെ അഡ്വാൻസ് തിരിച്ചു ചോദിച്ചില്ലേ? അപ്പം നമുക്ക് അങ്ങോട്ടുള്ള ആത്മാർത്ഥത അയാൾക്ക് ഇങ്ങോട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ആസ്പത്രി കിടന്നപ്പോ ഒന്ന് കയറി വെക്കണ്ടേ? ആകെ പ്രശ്നങ്ങളിൽ പെട്ട് ഞെരുങ്ങ. അങ്ങനെ ഞെരുങ്ങി ചാവുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് പോയിട്ട് ആ പിള്ള സാറിനെ ഒന്ന് കാണാം. ദൈവം തമ്പുരാൻ പോലും അറിയാതെ സംഭവം നടത്താം. സാറിനൊരു കഷ്ടകാലം വന്നപ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു മനുഷ്യനാണോ? ഈ ഇടപാട് കുറെ കൂടി നേരത്തെ ആകാമായിരുന്നേ ഉള്ളൂ. അതിനെങ്ങനെ? അപ്പോഴൊക്കെ സാറ് വെറും സത്യസന്ധനല്ലേ? ഇപ്പൊ കടം കൊണ്ട് പൊറുതി മുട്ടി സത്യസന്ധത കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായി. മാസത്തിൽ 1-2 ലോഡ് അത്രേ വേണ്ടു. ബില്ലിൽ ഒപ്പിടുന്നതും മെറ്റീരിയൽസിന്റെ കണക്ക് നോക്കുന്നതും സാറായതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. എന്ത് പേടിക്കാൻ? ഏതായാലും ഇന്നൊരു സുദിന. പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. എന്താ സാറേ, നമുക്കൊന്ന് കൂടാ. രാത്രി കാശിനോ ബാറിലെ സാറിനെ കൂട്ടിക്കൊണ്ടുവരണം. ബാറിൽ വേണ്ടെന്ന്, അവിടെ ഒരു പ്രൈവറ്റ് ചിറ്റൂല. എന്തിനാ? നമുക്ക് നമ്മള് വർസൈറ്റിലാവാലോ. നമ്മളെ ടെന്റിന്ന് കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാക്കി നമുക്കൊന്ന് കലക്കി കളയാം. മാത്രല്ല നമ്മൾ ലോഡ് ചെക്ക് ചെയ്യുന്ന വാസുവിനും കണ്ണാറ്റിനൊക്കെ കൂട്ടും ചെയ്യേ. അവരൊക്കെ കയ്യിലെടുക്കുന്നത് നല്ലതാണേ. അതൊക്കെ വേണം. വേണം, ഇന്ന് തന്നെ വേണം. ഞാൻ ഇന്നലെ എപ്പോഴാ വന്നത്? എന്നെ മോളെ കഷ്ടത്തിലാക്കാൻ തന്നെ സുഖേട്ടൻ തീരുമാനിച്ചു അല്ലേ? ഓർമ്മയുണ്ടോ? 3-4 പേര് പിടിച്ചോണ്ട് വന്ന് സുഖേട്ടന് വരാന്തേ കിടത്തായിരുന്നു. ഒച്ചയും ബഹളവും കേട്ട് വാതിൽ തുറന്ന് നോക്കിയപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. കുടിച്ചതാണെന്ന് പിന്നല്ലേ മനസ്സിലായത്. എവിടെ നിന്ന് കിട്ടി സുഖേട്ടന് പുതിയ സ്വഭാവം? പുതിയതല്ല അല്ലേ? ഇനി ഇത് സ്ഥിരമാക്കിയാലോ എന്ന് ആലോചിക്കുക. തൽക്കാലത്തെ മനഃശാന്തിക്ക് ആദ്യം നല്ല മരുന്നാ. സുഖേട്ടാ, സുഖേഷിനത് എന്ത് പറ്റി? രാത്രിയിൽ ഏതാണ്ടൊക്കെ പിച്ചും പേയും പറയുന്ന കേട്ടല്ലോ. കമ്പനിയെ പറ്റിച്ചു, ഇനിയും പറ്റിക്കുന്നൊക്കെ. നേരാ? അതെ, പർച്ചേസ് ചെയ്യാത്ത സിമെന്റിന്റെയും കമ്പിയുടെയും കള്ളബില്ലുണ്ടാക്കി കാശ് വെട്ടിച്ചു. കടം വീട്ടാൻ നീ നിന്റെ വീട്ടിൽ നിന്നും കാശ് കൊണ്ടുവരുന്നില്ലല്ലോ. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ കാശില്ലാത്ത വീട്ടിലാണെന്ന് സുഖേട്ടന് അറിയാവുന്നതല്ലേ?
കാശില്ലാത്ത വീട്ടിലെ പെണ്ണായിട്ടാണോ നിന്റെ ഇപ്പോഴത്തെ ജീവിതം? ഓ, അപ്പൊ സുഖമായിട്ടിന്റെ മനസ്സിൽ ഏതാണ്ടൊക്കെ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ച നേരം പണ്ടത്തെ സ്നേഹവും ഇഷ്ടമൊന്നും സുഖമായിട്ടിന് ഇപ്പൊ എന്നോടില്ല. എന്നെ മോളെ വെറുത്തോളും. പക്ഷെ സുഖമായിട്ടിന് ഇതുപോലെ നശിക്കുന്ന എന്തിന്? എനിക്കത് കാണാനുള്ള ശക്തിയില്ല സുഖേട്ട. ഞാനൊന്ന് കുടിച്ചത് വലിയ കുറ്റമായി നീ പറയുന്നത് എനിക്കിഷ്ടല്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സുഖേട്ടന് ശമ്പളം തരുന്ന കമ്പനിയെ അത് മാത്രം വേണ്ട സുഖേട്ട. ഒന്നും സുഖേട്ടന്റെ എന്റെയോ കുറ്റമല്ല. ജോത്സ്യം പറഞ്ഞിരുന്നു നമ്മുടെ രണ്ടാളുടെയും സമയം ഇപ്പൊ വളരെ മോശ. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ സുഖേട്ട? സുഖേട്ടൻ അങ്ങനെ അനാഥനൊന്നുമല്ലല്ലോ. നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ സുഖേട്ടന്റെ അനുജനും കുടുംബവും ഒക്കെ അവിടെ സുഖമായിട്ട് കഴിയാ. ആ വീടും കടയും ഒക്കെ സുഖേട്ടനും കൂടി അവകാശപ്പെട്ടതല്ലേ? സുഖേട്ടനും മോളും ഞാനും ഇവിടെ വന്നിട്ട് മാസം എത്രയായിട്ടും ഒരാളെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? മോളെ പോലെ അവര് വെറുത്തില്ലേ? അമ്മയെങ്കിലും ഒന്ന് വരുമെന്ന് കരുതി. നമുക്ക് ആരുമില്ല സുഖേട്ട, ആരുമില്ല. അവിടേക്കിനി തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സുഖേട്ടന്റെ ഭാഗം ഇനി തന്നേക്കാൻ പറയുന്നല്ലേ നല്ലത്. കമ്പനിയെ വഞ്ചിക്കുന്നതിന് നല്ലതല്ലേ അത്? അല്ലേ സുഖേട്ട? ജിജി ചേച്ചിയുടെ ഭർത്താവാ. കൊടുക്കാനുള്ള കാശ് ഒത്തിരി പ്രാവശ്യം അവര് ചോദിച്ചു. കാറപകടം ഉണ്ടായപ്പോ ചെലവായില്ലേ? ഇതൊക്കെ എങ്ങനെ കൊടുക്കും എന്റെ ഈശ്വര? ഞാൻ പറഞ്ഞ വഴിയേ ഉള്ളൂ. ഏതായാലും സുഖേട്ടന ഡാനിയൽ സാറിനെ സമാധാനിപ്പിച്ചു വിട്. ഞാൻ പറഞ്ഞു മടുത്തു. കാഞ്ചന വിവരങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചു ദിവസം കൂടെ ക്ഷമിച്ചേ പറ്റൂ. ഈ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസാ? അത് പിന്നെ ഞങ്ങളുടെ തറവാടിന്റെ പാർട്ടീഷൻ കഴിയണം. ഇപ്പൊ എല്ലാം നോക്കി നടത്തുന്നത് അനുജനാണേ. അവനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കുന്ന താമസേ ഉള്ളൂ. എന്താ അനുജ സമ്മതിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ സമ്മതിപ്പിക്കാം. അത് വേണമെന്നില്ല. വേണമെന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? ഇത് കാരണം എനിക്ക് എന്റെ കുടുംബസമാധാനം പോയി. ജിജി എന്നെ അവിടെ ഇരുത്തി പൊറപ്പിക്കണില്ല. നിങ്ങളുടെ അനിയനെ ഞാൻ ഇന്ന് കാണാം. അല്ല, ആദ്യം ഞാനൊന്ന്. ഇങ്ങനെയുള്ള കേസുകള് കുടുംബക്കാര് തമ്മി പറഞ്ഞ വഷളാവുകയുള്ളൂ. ഒരു ഇടനിലക്കാരുണ്ടായ സംഗതി വളരെ എളുപ്പമായി. ഞാൻ വരാം, സുഖമായിട്ട് പാർട്ടീഷൻ കഴിച്ച് കൈത്തരാം. അത് അമ്മയ്ക്കൊക്കെ എന്ത് തോന്നുന്നുള്ളൊരു പേടി. ഇനി ഒന്നും പറയണ്ട, എന്റെ കൂടെ നിൽക്ക. ബാക്കി ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ അനുജനെ പോലുള്ള എത്രയെത്ര ശിഷ്യന്മാരെ ദിവസേന മെരുക്കുന്നവനായി ഞാൻ. ഇത്രയൊന്നും ആലോചിക്കാനൊന്നുമില്ലെന്നേ. ഒക്കെ ഞാൻ ശരിയാക്കി തരാം. അല്പം പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ എഞ്ചിനീയർ ഒന്നും അല്ലേ? നീ പോളിടെക്നിക്ക് പഠിച്ച. മനസ്സിലായി, എല്ലാം ഞാൻ അറിഞ്ഞു. മേസ്തിരി ഞാൻ JK കൺസ്ട്രക്ഷൻ സൂപ്പർ. കുഴപ്പമില്ല. ഞാനിപ്പോ തൽക്കാലം പാർട്ടീഷന്റെ കാര്യം പറഞ്ഞ് ജിജിയെ സമാധാനിപ്പിച്ചിട്ടാ. അതുവരെ മേസ്തിരി ഇവിടെ സമാധാനം. മേസ്തിരി അല്ല ഞാൻ. സുഖു, എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ മരിച്ചോന്നറിയാനോ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് അമ്മ വിചാരിച്ചില്ല മോനെ. നിനക്കറിഞ്ഞൂടാ, അന്ന് ഇറങ്ങിപ്പോകുമ്പോ നീ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ നെഞ്ചി കിടന്ന് പുകയ്യ. എന്റെ 2 മക്കളെ ഞാൻ 2 തട്ടി നിർത്തിയല്ലേ? നീ ഇത്രയ്ക്ക് ദുഷ്ടനായത് എപ്പോഴാടാ? അതിനുശേഷം എന്നും രാത്രി കരഞ്ഞു ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ വഴക്കുണ്ടാക്കി വീട് വിട്ടിറങ്ങിയതാണല്ലേ? അത് പോട്ടെ, വർത്താനം പറഞ്ഞ് നേരം കളയാണ്ട് ഭാഗത്തിന്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞേക്ക്. ദിവ്യമോക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. അവളെ നിനക്കൊന്ന് കൊണ്ടുവരായിരുന്നില്ലേ?
പരീക്ഷ എഴുതിയോ? വല്യേട്ടൻ ഞങ്ങളൊന്നും മറന്നിട്ടില്ലല്ലേ? ഉറങ്ങിക്കിടന്ന ആ കൊച്ചിനെയും കൊണ്ടാണ് നീ പടിയിറങ്ങി പോയത്. പാവം കുട്ടി. അത്ര സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ ആരും എന്തേ അങ്ങോട്ടൊന്നും വന്നില്ല? ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ പടിയടച്ച് പിണ്ടം വെച്ചോ? സുഖു, ഞങ്ങളെ ജാതിന്ന് പുറത്താക്കിയോ? അമ്മേ, അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല ഈ ബന്ധോ സ്നേഹമൊക്കെ. നിങ്ങളുടെ ആരുടെ സ്നേഹം ഞങ്ങൾക്കിനി വേണ്ട. പുകഞ്ഞ ഉള്ളി പുറത്തുതന്നെ നിൽക്കട്ടെ. അപ്പോ നമ്മൾ വന്ന കാര്യം പറയാൻ ഇനിയും വൈകണോ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ പലതുണ്ട്. അതെ, അത് വളരെ സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ് പോലും ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിന് കൂടെ വന്നത്. അച്ഛൻ മരിച്ചിട്ട് 6 കൊല്ലായി. ഞാനാണ് ഇവിടുത്തെ മൂത്തയാളെന്നുള്ള പദവി അമ്മ എപ്പോഴും എനിക്ക് തരാറുണ്ടല്ലോ. പക്ഷേ ഇക്കാലം വരെ ആ പലചരക്ക് കടയുടെ വരവ് ചെലവ് കണക്ക് എന്നെ കാണിച്ചിട്ടുണ്ടോ? അതെ, അച്ഛൻ ഉണ്ടാക്കിയതാ. ഇവനും എന്റെ ഭാര്യയ്ക്ക് മാത്രം വിഴുങ്ങാനുള്ളതല്ല. ഓ, കണക്ക് ചോദിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ? അല്ല, ഈ വീടിന്റെയും കടയുടെയും ഷെയർ തന്ന് എന്നെ ഒഴിവാക്കി തരണം എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. സുഖു,